മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പുതിയൊരു പ്രഭാതം നൽകി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. തമ്പുരാൻ നൽകിയ ഈ പ്രഭാതത്തിൽ അവന് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനായിട്ട് നാം ഒരുമിച്ച് ചേർന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷം. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകരോടും ചേർന്ന് പ്രഭാത വിരുന്ന് ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നേ ദിവസം അനുഗ്രഹദായകമാക്കുവാനായിട്ട് നാം ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷം. ഏറ്റവും തീക്ഷ്ണമായിട്ട് ഈ പ്രഭാതം നൽകിയ തമ്പുരാന് നന്ദി പറയുന്നതോടൊപ്പം തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം ദൈവപരിപാലനയിൽ അനുഗ്രഹത്താൽ നിറയപ്പെടുവാനായിട്ട്. പ്രഭാത വരുന്ന ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ഒന്ന് ചേർന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഈ ദിവസം കാനായിലെ കല്യാണ വിരുന്നിൽ ആ ഭവനത്തിന് വേണ്ടി മാധ്യസ്ഥം യാചിച്ചതുപോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ജീവിതാവസ്ഥകളിലേക്കും ഇറങ്ങി വന്ന് മധ്യസ്ഥയായിട്ട് മാറണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നതോടൊപ്പം ഇന്നേ ദിവസത്തെ നിയോഗത്തെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഓരോരുത്തർക്കും തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ഈശോനാഥ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഞാൻ മൂലം ഇന്നേ ദിവസം ഇടർച്ചയുണ്ടാകാനായിട്ട് നീ അനുവദിക്കരുതേ, എന്നെ ഒരു പാപഹേതു ആക്കരുതേ എന്ന് തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് ഈ നിമിഷം ദൈവ തിരുസന്നിധിയിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തമ്പുരാൻ്റെ വചനം അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും മാംസത്തെയും മജ്ജയും കീറി മുറിക്കുന്നതുമാണ്. ഈ ദൈവവചനത്തെ ഏറ്റവും തീക്ഷ്ണമായിട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 18 വാക്യങ്ങൾ 6 മുതൽ. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. നിന്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക. ഇരു കൈകളും ഇരു കാലുകളും ഉള്ളവനായി നിത്യാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്.
നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളോട് കൂടെ നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഈശോനാഥൻ നമ്മളോട് പറയുകയാണ്, ദുഷ്പ്രേരണ നൽകരുത്. മറ്റൊരാൾക്ക് ഇടർച്ചയ്ക്ക്, മറ്റൊരാൾക്ക് തളർച്ചയ്ക്ക്, മറ്റൊരു കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് നീ കാരണമായിട്ട് മാറരുത്. അവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, അവരുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക്, അവരുടെ ജീവിതത്തിൻ്റെ സമാധാനത്തിന് നീ കാരണമായിട്ട് മാറുക. ഈശോ വളരെ ശക്തമായിട്ട് പറയുകയാണ്, ഞാൻ മൂലം ഒരുവൻ്റെ ജീവിതം തകരുന്നത് എൻ്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമാകുന്നു എന്ന് ഈശോ ശക്തമായിട്ട് പറയുക. അതുകൊണ്ടല്ലേ വചനത്തിലൂടെ അവിടുന്ന് പറയുന്നത്, നിന്റെ കയ്യോ കാലോ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. പ്രിയമുള്ളവരെ, ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, എത്രമാത്രം അപരൻ്റെ ജീവിതത്തിൻ്റെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും, അപരൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരു വലിയ ചോദ്യമാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിലേക്ക് ഈശോനാഥൻ നൽകുന്നത്. ഈ വലിയ ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരം കൊടുക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. ഇന്ന് പലപ്പോഴും കുടുംബജീവിതത്തിലായിക്കോട്ടെ, സമൂഹ ജീവിതത്തിലായിക്കോട്ടെ, ഇടവക ജീവിതത്തിലായിക്കോട്ടെ, എത്രമാത്രം അപരൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷത്തെ, സമാധാനത്തെ, സ്വസ്ഥതയെ കൊടുക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് വ്യക്തമായിട്ട് എനിക്ക് എന്നിലേക്ക് തന്നെ നോക്കുവാനായിട്ട് സാധിക്കണം. അവരുടെ ജീവിതത്തിലേക്ക് നന്മ ഒഴുക്കേണ്ടവർ പലപ്പോഴും നന്മ ഒഴുക്കാത്തതല്ലേ പലപ്പോഴും കുടുംബങ്ങളുടെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തുന്നതിൻ്റെ വലിയൊരു കാരണമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അവിടെയാണ് വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകേണ്ടത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 16-ാം വാക്യം പറയുകയാണ്, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. വചനം നമ്മോട് പറയുകയാണ്, യാതന അനുഭവിക്കുന്നവൻ്റെ യാതനയെ തുടയ്ക്കാനായിട്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തിൽ അപരൻ്റെ യാതനകളെ കുറയ്ക്കാനായിട്ട്, അപരൻ്റെ വേദനകളെ കുറയ്ക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ അടുത്ത ഇടയ്ക്ക് ഒരു TV പ്രോഗ്രാം കാണാനായിട്ട് ഇടയായി. അത് TV പ്രോഗ്രാമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം വെച്ചാൽ മൊബൈലിൽ ഇങ്ങനെ കാണുവാനായിട്ട് ഇടയായതാണ്. ഒത്തിരി ആളുകൾ ആ പ്രോഗ്രാം കണ്ടതായിട്ട് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ അത് പറയുന്നൊരൊറ്റ കാര്യമേ ഉള്ളൂ, ഒരു അമ്മച്ചിയെ അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ആ അമ്മച്ചി ഒരു ഏഷണിക്കാരിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അമ്മച്ചിയുടെ അടുത്ത് പല ആളുകളും വന്ന് പറയുകയാണ്, ഇന്നയാളെക്കുറിച്ച് അപവാദം പറയണം, ഇന്നയാളെക്കുറിച്ച് ഇല്ലാത്ത കഥ പറയണം, ഇന്നയാളെക്കുറിച്ച് അവരുടെ പേര് നശിപ്പിക്കുന്ന പോലെ ചെയ്യണം. അമ്മച്ചി അത് ചെയ്യുന്നു, അതിൽ വിജയിക്കുന്നു. അവസാനം അമ്മച്ചി അതിൻ്റെ അത് ഓരോരുത്തരെ കുറിച്ച് ഇത്ര പേരോട് പറയുന്നതിന് ഇത്ര രൂപ ചോദിക്കുന്നതായിട്ട് ആ പ്രോഗ്രാമിൽ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഞാൻ ആ പ്രോഗ്രാം കണ്ടു, വളരെ രസകരമായിരിക്കുന്നു, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാനൊന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്ത് മെസ്സേജാണ് അപരന് കൊടുക്കുന്നത്? നമ്മൾ എന്ത് സന്ദേശമാണ് അപരൻ്റെ ജീവിതത്തിലേക്ക് കൊടുക്കുന്നത്? നന്മയായിട്ട് ഭവിക്കേണ്ടതിനെ നന്മയായിട്ട് ഉപയോഗിക്കാത്ത അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. അപരൻ്റെ പേര് നശിപ്പിക്കാനായിട്ട്. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്ത് മെസ്സേജാണ് അത് കാണുന്ന യുവാക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്ന് ഞാൻ പല പ്രാവശ്യം ഇരുന്ന് ആലോചിക്കുവാനായിട്ട് ഇടയായി. ജീവിതയാത്രയിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തികളും അപരൻ്റെ ജീവിതത്തിൻ്റെ ഇടർച്ചയ്ക്ക് കാരണമായിട്ട് മാറുകയാണ്. അപരൻ്റെ ജീവിതത്തിൻ്റെ ഇടർച്ചയല്ല, മറിച്ച്
അപരൻ്റെ ജീവിതത്തിൻ്റെ വളർച്ച, അപരൻ്റെ ജീവിതത്തിൻ്റെ നന്മയെ മുറുകെ പിടിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപരൻ്റെ ജീവിതത്തിലേക്ക് നന്മയൊഴുക്കാനായിട്ട് ഓരോ പ്രഭാതം എന്ന് പറയുന്ന പ്രിയമുള്ളവരെ വിടരുന്നത് നന്മയായിട്ടാണ് പൊട്ടിവിടരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് നന്മ ചെയ്യാനായിട്ട്. തിരുവചനം പറയുകയാണ് യേശുവിനെ കുറിച്ച്, അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. അവൻ്റെ അടുക്കൽ വന്ന എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അവൻ നന്മയാ ചെയ്യുന്നത്. പലപ്പോഴും ചിലപ്പോഴൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, അച്ഛാ, എന്നോട് ഇത്രമാത്രം ചെയ്ത വ്യക്തികൾക്ക് വേണ്ടി ഇനിയും ഞാൻ നന്മ ചെയ്യണമോ? നിന്നെ എത്രമാത്രം ദ്രോഹിച്ച വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി നന്മ ചെയ്യണമെന്ന് ഞാനല്ല നിന്നെ പഠിപ്പിക്കുന്നത്, മറിച്ച് നിന്റെ ദൈവമാണ് നിന്നെ പഠിപ്പിക്കുന്നത്. നിന്റെ ദൈവമാണ് നിന്നെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പോലും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിന്റെ ദൈവമാണ് നിന്നെ പഠിപ്പിക്കുന്നത്. ആ തമ്പുരാന്റെ മുൻപിലല്ലേ ഞാനും നിങ്ങളും കൈകൂപ്പി നിന്നുകൊണ്ട് കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി തീക്ഷ്ണമായിട്ട് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത്? ആ തമ്പുരാന്റെ മുൻപിലല്ലേ ജീവിതത്തിൻ്റെ യാചനകളും ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നമ്മൾ ചേർത്ത് വെക്കുന്നത്? ആ തമ്പുരാന്റെ ഹൃദയത്തോടല്ലേ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ചേർക്കപ്പെടേണ്ടത്? അപ്പോൾ ആ തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്ന ആ വിശുദ്ധിയുടെ വഴിയെ നടക്കുവാനായിട്ട്, ആ തമ്പുരാൻ നമുക്ക് കാണിച്ചു തരുന്ന ദൈവകൃപയുടെ വഴിയിൽ സഞ്ചരിക്കാനായിട്ട് ഞാനും നിങ്ങളും തയ്യാറാകണം പ്രിയമുള്ളവരെ. അവിടെയാ തിരുവചനം നമ്മുടെ മുൻപിലേക്ക് ശക്തമായിട്ട് കടന്നു വരുന്നത്. വചനം നമ്മോട് പറയുകയാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നു, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 50-ാം വാക്യം പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. നമ്മുടെയൊക്കെ ജീവിതയാത്രയെ പ്രിയമുള്ളവരെ തമ്പുരാനിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട്, തമ്പുരാൻ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തെ നന്മയായിട്ട് ചേർത്ത് വയ്ക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തെ അപരൻ്റെ മുൻപിലേക്ക് ഒരു നന്മയായിട്ട് ചേർത്ത് വയ്ക്കുക. അപരൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഇടർച്ചയല്ല, അപരൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും തകർച്ചയല്ല, അപരൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും എൻ്റെ ജീവിതം ഒരു ഉപദ്രവമല്ല, മറിച്ച് നന്മയായിട്ട് ചേർത്ത് വെക്കാനായിട്ട്. ഞാൻ പലപ്പോഴും ധ്യാനത്തിനൊക്കെ ചെല്ലുമ്പോൾ മാതാപിതാക്കളൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോട് ഒരിക്കലും അപരനോട് ഒരു തിന്മ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കരുത്. മാതാപിതാക്കൾ ഒരു കാരണവശാലും അപരനോട് ഒരു തിന്മ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അപരൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദ്രോഹം വരുത്താനായിട്ട് തങ്ങളുടെ മക്കളോട് ഒരിക്കലും പറയരുത്. കാരണം എന്നാന്ന് വെച്ചാൽ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അനുഗ്രഹത്തെ കൊടുക്കേണ്ടവരാണ്. ഈ അനുഗ്രഹത്തെ കൊടുക്കാനായിട്ട് അവരുടെ ജീവിതത്തിൽ സാധിക്കണം. അതോടൊപ്പം ഞാൻ ചേർത്ത് പറയാറുണ്ട്, അനുഗ്രഹം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി, ഒന്നും ചെയ്യേണ്ട. അനുഗ്രഹം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ മിണ്ടായിരുന്നാൽ മതി. നമ്മൾ അനുഗ്രഹത്തെ കൊടുക്കേണ്ടവരാ മാതാപിതാക്കൾ. അപ്പോൾ ആ അനുഗ്രഹത്തെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ശക്തമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കണം. നമ്മളൊരു തിന്മയുടെ വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ അപരനോട് നമുക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഉപദ്രവിച്ച വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. നമ്മൾ അപരനോട് തിന്മ ചെയ്യാനായിട്ട് തലമുറകളോട് പറയുമ്പോൾ ആ തലമുറകളുടെ ജീവിതത്തിലേക്ക് അത് വലിയ ബന്ധനമായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹത്തെ കൊടുക്കാനായിട്ടാണ് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അനുഗ്രഹത്തെ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹത്തിന് വിഘ്നമായിട്ടാണ് നിന്റെ ജീവിതം സംഭവിക്കുന്നെങ്കിൽ, നിന്റെ കയ്യോ കാലോ സംഭവിക്കുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിഞ്ഞു കളയുക. വചനം നമ്മോട് പറയുകയാണ്, ഇരു കൈകളും ഇരു കാലുകളും ഉള്ളവനായി നിത്യാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതയാത്രകളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എത്രമാത്രം നന്മ പ്രവർത്തിക്കുവാനായിട്ട്, എത്രമാത്രം അനുനിമിഷം നന്മ ആഗ്രഹിക്കാനായിട്ട്, എൻ്റെ ചുറ്റുപാടുകളിലേക്ക് നന്മ ഒഴുക്കാനായിട്ട് എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ഈ പ്രഭാതത്തിൽ എന്നോട് നിങ്ങളോടും ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ് അത്. എത്രമാത്രം നന്മ ഇന്നേ ദിവസം ചെയ്യാനായിട്ട് മകനെ മകളെ നിനക്ക് സാധിക്കും? നീ ഒന്ന് ചേർത്ത് വെക്കണം.
ഈ നന്മയെ ഒന്ന് ചെയ്യാനായിട്ട്. നന്മ ചെയ്യുക എന്ന് പറഞ്ഞ പ്രിയമുള്ളവരെ, അവിടെ ഒരല്പം കഷ്ടപ്പാടുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു നന്മ സംഭവിക്കാനായിട്ട് ഞാൻ കാരണഭൂതനാകണമെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. മെഴുകുതിരി ഉരുകുന്നത് പോലെ ഞാൻ ഉരുകി ഇല്ലാതെയാകുമ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് ഒരല്പം വെളിച്ചം കടന്നു ചെല്ലുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരല്പം ഇല്ലായ്മപ്പെടേണ്ടതായിട്ടുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ ഒരല്പം സഹനം ഞാൻ സഹിക്കേണ്ടതായിട്ടുണ്ടാകാം. അത് ഞാൻ സഹിക്കാനായിട്ട് തയ്യാറായി കഴിയുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ നന്മ സംഭവിക്കുകയാണ്. അതുതന്നെയല്ലേ വചനം പറയുന്നത്, 1 മൈൽ നിന്നോട് കൂടെ നടക്കാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈൽ നടക്കുക. മേലങ്കി എടുക്കുന്നവനെ പുറംകുപ്പായം കൂടി എടുക്കുന്നത് നീ തടയേണ്ട. 2 ഉടുപ്പുള്ളവൻ ഇല്ലാത്തവനുമായിട്ട് 1 പങ്കുവെക്കട്ടെ. ഒരല്പം വേദനയുണ്ട്, അല്പം സഹനമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ സഹനവും സഹിച്ചുകൊണ്ട്, ജീവിതത്തിൽ അല്പം സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അപരനുമായിട്ട് ഒന്ന് പങ്കുവെക്കുവാനായിട്ട്, അപരനുമായിട്ട് ഒരു സമാധാനത്തിൻ്റെ അനുഭവത്തിൽ എത്തുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങേ സന്നിധിയിലേക്ക് ഈ നിമിഷം എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു. ഈശോനാഥ, നിൻ്റെ കൃപയാൽ അനുഗ്രഹത്താൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അനുനിമിഷം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നീ മാധ്യസ്ഥയാകണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ, വാഴ്ത്തപ്പെട്ടവരെ, സർവസ്വർഗീയ ഗണമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഇന്നേ ദിവസം മാധ്യസ്ഥം വഹിക്കണമേ. ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണബോധനായ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. സ്വർഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നിരിക്കുന്ന നിങ്ങളുടെ കാവൽ മാലാഖായുടെ മാധ്യസ്ഥം തേടുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇടവക മധ്യസ്ഥയുടെയും മാധ്യസ്ഥം തേടാം. എന്തുകൊണ്ടാണ് ഇടവക മധ്യസ്ഥയുടെയും മാധ്യസ്ഥം തേടണമെന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആലയത്തിൻ്റെ മധ്യസ്ഥര അവരുടെ മാധ്യസ്ഥം ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തിന്മകളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ട്, ദുഷ്ചിന്തകളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായി ഈ നിമിഷം സ്വർഗം നിങ്ങൾക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന നിങ്ങളുടെ കാവൽ മാലാഖായുടെ സംരക്ഷണം തേടാം. കാവൽ മാലാഖായെ, നിന്റെ സംരക്ഷണ വലയത്തിൽ എന്നെ പൊതിഞ്ഞ് കാത്തു പരിപാലിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ദാവീദെന്നൊരു ബാലകനെന്ന് യുദ്ധത്തിനു പോയി, ഗോലിയത്തെന്നൊരു മല്ലൻ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ദാവീദെന്നൊരു ബാലകനെന്ന് യുദ്ധത്തിനു പോയി, ഗോലിയത്തെന്നൊരു മല്ലൻ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ബം 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 ബം.
മാറിലടിച്ചു ഗോലിയാത്തുടനെ വെല്ലുവിളിച്ചപ്പോൾ വിശ്വാസത്താൽ ദാവീദുടനെ വിളിച്ചു ദൈവത്തെ. മാറിലടിച്ചു ഗോലിയാത്തുടനെ വെല്ലുവിളിച്ചപ്പോൾ വിശ്വാസത്താൽ ദാവീദുടനെ വിളിച്ചു ദൈവത്തെ. അബാ 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 ദൈവമേ, അബാ 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 ദൈവമേ. ദാവീദിനുമേൽ ദൈവപിതാവിൻ ശക്തി നിറഞ്ഞല്ലോ. കവിണയുമാകി ഇറങ്ങി ദാവീദ് ഗോലിയാത്തിനു നേരെ. ദാവീദിനുമേൽ ദൈവപിതാവിൻ ശക്തി നിറഞ്ഞല്ലോ. കവിണയുമാകി ഇറങ്ങി ദാവീദ് ഗോലിയാത്തിനു നേരെ. ആഹാ 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 ആഹാ. ഉന്നം നോക്കി ദാവീദ് അങ്ങനെ കവിണ വലിച്ചല്ലോ. കവിണക്കല്ലേറ്റുടനെ ഗോലിയാത്ത് ഒഴുകി വീണല്ലോ. ഉന്നം നോക്കി ദാവീദ് അങ്ങനെ കവിണ വലിച്ചല്ലോ. കവിണക്കല്ലേറ്റുടനെ ഗോലിയാത്ത് ഒഴുകിൽ വീണല്ലോ. ജയം ജയം കർത്താവിൻ ജയം, ജയം ജയം കർത്താവിൻ ജയം. കർത്താവിങ്കൽ ആശ്രയിച്ചാൽ ശക്തി പ്രാപിക്കും. പരാജയം ഒരു നാളും മഞ്ഞിൽ സംഭവിക്കില്ല. കർത്താവിങ്കൽ ആശ്രയിച്ചാൽ ശക്തി പ്രാപിക്കും. പരാജയം ഒരു നാളും മഞ്ഞിൽ സംഭവിക്കില്ല. ദൈവം ദൈവം സർവശക്തൻ, ദൈവം ദൈവം സർവശക്തൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ നിമിഷം പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. മാർപ്പാപ്പായിൽ നിന്ന് കർദിനാൾമാരിലേക്കും മെത്രാന്മാരിലേക്കും ഒഴുകിയിറങ്ങുന്ന അപ്പസ്തോലിക പാരമ്പര്യം എല്ലാ വൈദികരോടും, എല്ലാ സന്യാസിനി സന്യസ്തരോടും, എല്ലാ അൽമായ പ്രേക്ഷിതരോടും, എല്ലാ വിശ്വാസ സമൂഹത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ നിമിഷം സഭയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് ഡിവൈൻ ആശ്രമത്തിൽ മരിയൻ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. അവരെ ഓരോരുത്തരെയും വളരെ പ്രത്യേകമായിട്ട് നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരെല്ലാവരും അവർക്ക് വേണ്ടി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജപമാല പ്രത്യേകമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിനെയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും എല്ലാ വൈദികരെയും എല്ലാ അൽമായ പ്രേക്ഷിതരെയും ചേർത്ത് വയ്ക്കാം. ലോകമെമ്പാടുമുള്ള മാധ്യമ ശുശ്രൂഷയെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം മാധ്യമങ്ങളിലൂടെ തീക്ഷ്ണമായിട്ട് പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അനേകം മക്കളുണ്ട്. അവരെയും അവരുടെ ജീവിതങ്ങളെയും ചേർത്ത് വയ്ക്കാം. ദൈവത്തിൻ്റെ കൃപ എല്ലാവരിലേക്കും സമർത്ഥമായിട്ട് ഒഴുകുന്നതിന് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.